السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. ഏറ്റവും ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, അനുഗ്രഹീതമായ പരിശുദ്ധ റമളാനിന്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ചയിലാണ് നാം നിലകൊള്ളുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കപ്പെട്ടവരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ഖബറിടം അല്ലാഹു തആല റാഹത്തിലും സന്തോഷത്തിലും ആക്കി കൊടുക്കുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും സഫലമാക്കുമാറാവട്ടെ. ഈ അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവരാവുക എന്നുള്ളതാണ് നമ്മൾ റമളാൻ മാസത്തിൽ അനുഗ്രഹത്തെക്കുറിച്ച് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടതും അതേപോലെ തന്നെ ചർച്ച ചെയ്യേണ്ടതുമായ ഒരു കാര്യം, അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങൾ എന്തിന് എന്ന് ചിന്തിക്കുകയും ആ അനുഗ്രഹങ്ങൾക്ക് പകരമായി നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. അനുഗ്രഹങ്ങൾ ധാരാളമായി അള്ളാഹുവോട് ചോദിക്കുക, ശേഷം ആ അനുഗ്രഹങ്ങൾ അനുഭവിച്ചുകൊണ്ട് അതിന് നന്ദി രേഖപ്പെടുത്തുക. അനുഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ ശരിക്കും അല്ലാഹു തആല നമുക്ക് നൽകുന്ന ജീവിത സൗഭാഗ്യങ്ങളാണ്. അതാണ് അനുഗ്രഹങ്ങൾ. നന്ദി എന്ന് പറഞ്ഞാലോ, ആ അനുഗ്രഹങ്ങൾ അനുഭവിക്കുന്ന ഒരു വിശ്വാസി അള്ളാഹുവോട് തിരിച്ച് പ്രകടിപ്പിക്കുന്ന വിധേയത്വമാണ് നന്ദി. നന്ദി പ്രകടിപ്പിക്കൽ ഔപചാരികമായ ഒരു വാക്കുകളിൽ ഒതുങ്ങിയാൽ പോരാ എന്നർത്ഥം. നന്ദിയുണ്ട് എന്ന് പറഞ്ഞാൽ പോരാ, അത് മനുഷ്യരോട് നമുക്ക് ചെയ്യാം. ഔപചാരികമായ ഒരു നന്ദിയുണ്ട് എന്ന് പറയാം, ശുക്രൻ എന്ന് പറയാം. വിശുദ്ധ ഖുർആനിൽ നമുക്കിങ്ങനെ കാണാം. സൂറത്തു ബഖറയിലെ 172 വചനത്തിൽ അള്ളാഹു പറയാണ്, യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ, കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖ്നാകും, നാം നിങ്ങൾക്ക് നൽകിയ ഭക്ഷ്യവസ്തുക്കളിൽ നിന്ന് നിങ്ങൾ കഴിച്ചുകൊള്ളുക. പക്ഷേ വഷ്കുറൂ ലില്ലാഹ്, അതിന് പകരമായി നിങ്ങൾ അള്ളാഹുവിന് നന്ദി ചെയ്യണം. എങ്ങനെയാണ് നന്ദി? ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ, നിങ്ങൾ ഇബാദത്ത് ചെയ്തുകൊണ്ട് നന്ദി ചെയ്യണം. അഥവാ നന്ദി പ്രകടനം എന്നത് ആരാധനയുമായി ചേർത്തുകൊണ്ടാണ് അല്ലാഹു തആല പറയുന്നത്. അപ്പോൾ നമ്മുടെ നമസ്കാരം, നമ്മുടെ നോമ്പ്, നമ്മുടെ സക്കാത്ത് എന്നീ ആരാധനകളിലൂടെ നാം ചെയ്യുന്നത് അള്ളാഹുവോടുള്ള വിധേയത്വമാണ്, അല്ലെങ്കിൽ നന്ദി പ്രകടനമാണ്. ഇവ ഒന്നും ചെയ്യാതെ വരുമ്പോൾ അത് നന്ദികേടാണ്. ഫർളാക്കപ്പെട്ട 5 വക്ത് നിസ്കാരം ഒരാൾ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അത് നന്ദികേടാണെന്നർത്ഥം. നോമ്പ് ഒരാൾ അനുഷ്ഠിച്ചിട്ടില്ലെങ്കിൽ നന്ദികേടാണ്. സക്കാത്ത് ഒരാൾ കൊടുത്തിട്ടില്ലെങ്കിൽ നന്ദികേടാണ്. ദാനധർമ്മങ്ങൾ ഒരാൾ ചെയ്തിട്ടില്ലെങ്കിൽ നന്ദികേടാണെന്നർത്ഥം. അനുഗ്രഹങ്ങൾ ലഭ്യമാകുമ്പോൾ സ്തുതിക്കുക എന്ന ഒരു പ്രവർത്തനമുണ്ട്. അത് സുന്നത്തായ ഒരു കാര്യമാണ്. അൽഹംദുലില്ലാ എന്ന് പറയാം. എന്നാലോ നന്ദിയോ, അത് വാക്കുകളിൽ ഒതുങ്ങുകയില്ല, നേരെ മറിച്ച് പ്രവർത്തന പദത്തിൽ ഉണ്ടാകേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഹംദ്, ശുക്ർ എന്നുള്ളത് 2 കാര്യങ്ങളാണ്, 2 വസ്തുക്കളാണ് എന്ന കാര്യം സ്പഷ്ടമാണ്. അപ്പൊ അൽഹംദുലില്ലാ എന്ന് പറയൽ സുന്നത്താണ്, അത് പറഞ്ഞാൽ പോരാ. നന്ദി എന്ന വാക്ക് പറഞ്ഞാൽ പോരാ. നമ്മുടെ ശരീരം കൊണ്ട് നമുക്ക് ലഭ്യമായ അനുഗ്രഹങ്ങൾക്ക് നമ്മൾ ശരീരം കൊണ്ട് തന്നെ പ്രവർത്തിച്ച് കാണിക്കണം. അതാണ് മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരു പ്രാർത്ഥന ഖുർആനിൽ പറയുന്നുണ്ട്. റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സ്വാലിഹൻ തറല്ലാഹ്.
വഅദ്ഖിൽനി ബിറഹ്മതിക ഫി ഇബാദിക സ്വാലിഹീൻ. പടച്ചവനെ, എനിക്ക് നിന്നോട് നന്ദി കാണിക്കാനുള്ള പ്രചോദനം നീ നൽകണം, അഥവാ നന്ദി പ്രകടിപ്പിക്കാനുള്ള തൗഫീഖ് എനിക്ക് നീ നൽകണം. എന്തുകൊണ്ടെന്നാൽ നിഅ്മതകല്ലത്തി അൻഅംത അലയ്യ വഅലാ വാലിദി, എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും ധാരാളം ധാരാളം നിഅ്മത്തുകൾ റഹ്മത്തുകൾ നീ ചൊരിഞ്ഞിട്ടുണ്ട്. അതിന്റെ പ്രത്യുപകാരമായിട്ട് നന്ദി പ്രകടിപ്പിക്കാനുള്ള തൗഫീഖും എനിക്ക് നീ നൽകണം. വഅനഅമല സ്വാലിഹൻ തർളാ, അതുപോലെ തന്നെ സ്വാലിഹായ സുഹൃതങ്ങൾ നന്മകൾ ചെയ്യാനുള്ള തൗഫീഖ് നൽകണം. വഅദ്ഖിൽനി ബിറഹ്മതിക, നിന്റെ കരുണ കൊണ്ട് എന്നെ നീ പ്രവേശിപ്പിക്കണം, കാരുണ്യത്തിലേക്ക് പ്രവേശിപ്പിക്കണം. ഫി ഇബാദിക സ്വാലിഹീൻ, നിന്നെ അനുസരിച്ച് ജീവിക്കുന്ന നല്ല മനുഷ്യരിലേക്ക് ചേർക്കണമെന്ന് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയാണ്. അധികാരത്തിന്റെ ഉന്നതമായ ഒരു അവസ്ഥ നൽകപ്പെട്ട പ്രവാചകനാണ് മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആ അനുഗ്രഹങ്ങൾക്കൊക്കെ പടച്ചവനെ എന്നിൽ നിന്ന് ധാരാളമായി കർമ്മപദങ്ങളിലുള്ള ശുക്റുകൾ ചെയ്യാനുള്ള തൗഫീക്ക് നൽകണം എന്നൊരു പ്രാർത്ഥനയാണ് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം നടത്തിയത്. അതുകൊണ്ട് തന്നെ നന്ദി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതം കൊണ്ട് നാം അടയാളപ്പെടുത്തേണ്ട ഒരു കാര്യമാണ്. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് ജീവിതം കൊണ്ട് നമ്മളെ കാണിച്ചു. ഖുർആൻ പറഞ്ഞു, ബലില്ലാഹ ഫഅബ്ദു വകും മിനശ് ശാകിരീൻ, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കുക, അതെ നന്ദിയുള്ളവരാവുക. അതാണ് പ്രിയപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ എല്ലാ നിർദ്ദേശങ്ങളും പാലിച്ചത്, ധാരാളം പീഡനങ്ങൾ അതിനു വേണ്ടി സഹിച്ചത്, ധാരാളം യാതനകളും വിഷപ്പും സഹിച്ചത്, മക്കയിൽ വെച്ചും ഷൈബ് അബി ത്വാലിബിൽ വെച്ചും ത്വായിഫിൽ വെച്ചും ഹിജ്റയിൽ വെച്ചും യുദ്ധക്കളത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ത്യാഗങ്ങൾ സഹിച്ചത് ഈ നന്ദിയുടെ ഭാഗമാണ്. മാത്രമല്ല ആരാധനകൾ നിർവഹിച്ചത് നന്ദിയുടെ ഭാഗമാണ്. ത്യാഗപൂർണമായ ഈ നമസ്കാരത്തെ കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ നബിയോട് ചോദിച്ചു. രാത്രി സമയത്ത് നിസ്കരിച്ച് കാലിൽ നിന്ന് നീര് വരികയാണ് പ്രവാചകന് നിന്ന് നിസ്കരിച്ചിട്ട്. ആയിഷ ചോദിച്ചു, അല്ല നബി, എന്തിനു വേണ്ടിയാണ് താങ്കൾ ഇങ്ങനെ നിസ്കരിക്കുന്നത്? താങ്കളുടെ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു തന്നതല്ലേ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്, അഫലാ കൂന അബ്ദൻ ശക്കൂറ, ഞാൻ നന്ദിയുള്ള ഒരു അടിമയാകണ്ടേ എന്ന്. ആലോചിച്ചു നോക്കൂ. അപ്പോ നന്ദി, അള്ളാഹുവിനെ എത്രമാത്രം നമ്മൾ ഇബാദത്ത് ചെയ്യുന്നു അതൊക്കെ നന്ദിയാണ്. അത് കേവലം ഒരു ഔപചാരികമായ പദപ്രയോഗമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുക എന്നുള്ളതാണ്. സമ്പത്ത് നമുക്ക് അല്ലാഹു തആല നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അതിന് നന്ദി പറയണം, അൽഹംദുലില്ലാഹ് ശുക്രൻ ലക എന്ന് പറയണം. അത് മാത്രം പോരാ, ആ സമ്പത്തിൽ നിന്ന് സക്കാത്ത് നമ്മൾ കൊടുക്കണം. സക്കാത്ത് കൊടുക്കാതിരിക്കാനുള്ള ന്യായങ്ങൾ പറഞ്ഞ് കൊടുക്കാതിരിക്കലല്ല, സക്കാത്ത് കൊടുക്കണം എന്നാണ് അള്ളാഹുവിന്റെ കൽപ്പന. അപ്പോൾ എങ്ങനെ കൊടുക്കാം? ഞാൻ അതിന് യോഗ്യനാണ്, അതിലേക്കുള്ള അവസരങ്ങൾക്ക് വേണ്ടിയാണ് നാം പരിശ്രമിക്കേണ്ടത്. എങ്ങനെ കൊടുക്കാതിരിക്കാം എന്നതിലേക്കല്ല. അതേപോലെ തന്നെ ദാനധർമ്മങ്ങൾ ധാരാളമായിട്ട് ചെയ്യണം. അത് നമുക്ക് ലഭ്യമായ അള്ളാഹു നൽകിയ സമ്പത്ത് നൽകി എന്നുള്ള അനുഗ്രഹത്തിന്റെ നന്ദി പ്രകടനമാണ്. പിശുക്കില്ലാതെ ദാനധർമ്മങ്ങൾ ചെയ്യാം. നമുക്ക് അല്ലാഹു തആല ആരോഗ്യം നൽകി. മസ്ലുകൾ നോക്കിയിട്ട്, നമ്മുടെ ആരോഗ്യത്തിന്റെ അവസ്ഥ നോക്കിയിട്ട്, സൗന്ദര്യം നോക്കിയിട്ട് അഭിമാനത്തോടുകൂടി ചിന്തിക്കലും പറയലുമല്ല. നേരെ മറിച്ച് ആ ആരോഗ്യം നന്മയ്ക്ക് വേണ്ടി ചെലവഴിക്കലാണ്, സമൂഹത്തിന് വേണ്ടി ചെലവഴിക്കലാണ്, നാടിന് വേണ്ടി ചെലവഴിക്കലാണ്, വിശുദ്ധ ദീനിന് വേണ്ടി ചെലവഴിക്കലാണ്. അതാണ് അതിലുള്ള നന്ദി പ്രകടനം. ഇങ്ങനെ ഓരോ അനുഗ്രഹങ്ങളും നമുക്ക് ലഭ്യമായ അനുഗ്രഹങ്ങളെ നമ്മൾ പരിശോധിച്ച് നോക്കുക. ആ അനുഗ്രഹങ്ങൾക്കൊക്കെ അള്ളാഹുവിന് നന്ദി പ്രകടിപ്പിക്കുക എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ആലോചിക്കേണ്ടതുണ്ട്. ഇത് അനുഗ്രഹങ്ങൾ വർഷിക്കുന്ന അതിസുന്ദരമായ ഒരു മാസം ആണ് എന്ന നിലയിൽ വീണ്ടും വീണ്ടും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് തന്നെ ചോദിക്കണം. അതാണ് അല്ലാഹുമ്മ റഹ്മനി യാ റഹ്മർ റഹീം, പടച്ചവനെ എനിക്ക് നീ റഹ്മത്തുകൾ ധാരാളമായിട്ട് ചെയ്യണം. നമ്മൾ അറിയുന്നതും അറിയാത്തതുമായ ധാരാളം അനുഗ്രഹങ്ങൾ
ഇവിടെ നിന്നുകൊണ്ട് ഞാനിങ്ങനെ സംസാരിക്കുന്നു, നിങ്ങൾ ഇങ്ങനെ കേൾക്കുന്നു. പക്ഷെ കേൾക്കാൻ അവസരമില്ലാത്ത ധാരാളം ആളുകൾ ഹോസ്പിറ്റലുകളിൽ കിടക്കുന്നുണ്ട്, വിഷമങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്, ആരോഗ്യ പ്രശ്നം കൊണ്ടും സാമ്പത്തിക പ്രശ്നം കൊണ്ടും മാനസികമായ സംഘർഷങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അൽഹംദുലില്ലാഹ് എത്രമാത്രം സമ്പന്നമാണ് നമ്മൾ. അതുകൊണ്ട് അള്ളാഹുവിന് നമ്മൾ ശുക്ർ ചെയ്തുകൊണ്ടിരിക്കണം. ഈ റമദാനിലേക്ക് അള്ളാഹു തആല നമുക്ക് നീട്ടിയിട്ട് ആയുസ് തന്നു. എന്തിനു വേണ്ടിയാണ്? അള്ളാഹുവിന് ശുക്ർ ചെയ്യാൻ. നമ്മൾ അനുസ്മരിക്കുകയാണ് ഇബ്രാഹിം കുട്ടി ഹാജി. സ്ഥിരമായിട്ട് ഈ സ്ഥാനത്താണ് അദ്ദേഹം ഇരിക്കാറുള്ളത്. അള്ളാഹു തആല പുറത്തു കൊടുക്കുമാറാവട്ടെ. എല്ലാ വക്തിലും എല്ലാ ദിവസവും നേരത്തെ കാലത്ത് വന്നുകൊണ്ട് ഇവിടെ വന്ന് എഴുത്തിക്കാതിരുന്നുകൊണ്ട് അദ്കാറുകൾ ചെയ്തുകൊണ്ട് നല്ല വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ട് വിശുദ്ധ റമളാനെ സ്വീകരിക്കണം എന്നൊരു ആഗ്രഹത്തോടു കൂടിയായിരുന്നു അദ്ദേഹം ജീവിച്ചത്. പക്ഷെ അല്ലാഹു തആല അദ്ദേഹത്തെ കൊണ്ടുപോയി. അല്ലാഹു തആല മഗ്ഫിറത്ത് കൊടുക്കുമാറാവട്ടെ. അങ്ങനെ സൗഭാഗ്യം നിറഞ്ഞൊരു മരണമായിരുന്നു അദ്ദേഹത്തിന് ലഭ്യമായത്. എന്തുകൊണ്ടാണ് നമ്മൾ ആലോചിക്കണം. അദ്ദേഹത്തിന്റെ പ്രാർത്ഥനകളുടെ ഇടങ്ങളായിരിക്കും, ആഗ്രഹങ്ങളും അഭിലാഷങ്ങളുമായിരിക്കാം അത്. ഈ സന്ദർഭങ്ങളിലാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ആഖിബത്ത് നന്നാവാനുള്ള പ്രാർത്ഥനകൾ അത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഒരു വിശ്വാസിക്ക് ലഭ്യമാകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം മരിക്കുന്ന സമയത്ത് നല്ല മരണം ഉണ്ടാവുക എന്നുള്ളതാണ്. അല്ലാഹു തആല നമ്മയൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിപ്പിക്കുമാറാവട്ടെ. അതും ഏറ്റവും നല്ല സന്ദർഭത്തിൽ, ഏറ്റവും നല്ല സാഹചര്യത്തിൽ നമുക്ക് മരണം ഉണ്ടാകട്ടെ. അതൊരു അനുഗ്രഹമാണ്, ഒരു തൗഫീഖാണ്. ഏതെങ്കിലും നിമിഷത്തിൽ അദ്ദേഹം നടത്തിയ പ്രാർത്ഥനയുടെയും ആഗ്രഹത്തിന്റെ ഫലമായിട്ടായിരിക്കും അത് അദ്ദേഹത്തിന് ലഭ്യമായത്. അപ്പൊ അവസരങ്ങൾ നമ്മൾ ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്തുക. പരിശുദ്ധ റമദാൻ ഇനി ഉണ്ടാകും, പക്ഷേ നമ്മൾ നാളെ ഉണ്ടാവുമോ എന്ന് നമുക്കറിയില്ല. ഇനിയും വെള്ളിയാഴ്ചകൾ ഉണ്ടാകും, പക്ഷെ അടുത്ത വെള്ളിയാഴ്ചക്ക് ഞാനും നിങ്ങളും ഉണ്ടാകുമോ എന്നറിയില്ല. അതുകൊണ്ട് ലഭ്യമായ സമയം, സന്ദർഭം, സാഹചര്യം ഉപയോഗപ്പെടുത്തിയിട്ട് നന്മകൾ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നിലയിലും നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.